Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ വ്യാജചാരായ പരിശോധന ശക്തമാക്കി എക്സൈസ്. ചാലിയാർ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് വാറ്റുകേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് 810 ലിറ്റർ വാഷ് കണ്ടെത്തി ജനമൈത്രി എക്സൈസ് നശിപ്പിച്ചത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരുത്തിൽ വെച്ച് വാറ്റുകേന്ദ്രവും 5 സ്ഥലങ്ങളിലായി ഒളിപ്പിച്ചു സൂക്ഷിച്ച 810 ലിറ്റർ വാഷും കണ്ടെത്തിയത്. വാഷ് കൈകാര്യം ചെയ്ത പൂളപ്പൊട്ടി മതിൽമൂല നഗറിലെ കുട്ടന്റെ പേരിൽ കേസുമെടുത്തു. ആദിവാസികളെ മറയാക്കിയാണ് വ്യാജചാരായ ലോബി പിടിമുറുക്കിയിരിക്കുന്നത്. അടുത്ത കാലത്ത് നടന്ന വലിയ വാഷ് വേട്ടയാണിത്. ഓണാഘോഷം മുന്നിൽ കണ്ട് ചാരായം വാറ്റി പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതിനാണ് ഇത്രയധികം വാഷ് കൈകാര്യം ചെയ്തതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. പ്ലാസ്റ്റിക് ബാരലുകളിലും പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വാഷാണ് കണ്ടെത്തിയത്. പന്തീരായിരം വനത്തിൽ മുമ്പുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നും 2018 കനത്ത മഴയിലും കാഞ്ഞിരപ്പുഴ ഗതിമാറിയൊഴുകി മതിൽമൂല നഗറിലെ വീടുകൾ തകർന്ന് സാരമായ നാശനഷ്ടങ്ങൾ പറ്റിയിരുന്നു. ഇവിടെയുള്ളവർക്കായി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണൻകുണ്ടിൽ സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേകമായി സ്ഥലം കണ്ടെത്തി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. എന്നാൽ കുറച്ചു കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്നുണ്ട്. ഈ മേഖലയിലെ മുറുക്ക്, മദ്യപാനം, കുട്ടികൾ സ്കൂളുകളിൽ പോകാത്ത കാര്യങ്ങളിൽ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് പ്രദേശം കേന്ദ്രീകരിച്ച് വാറ്റുകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് ഇതിനു മുമ്പും വാറ്റുകേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. ഒന്നിലധികം പ്രതികൾ കേസിൽ ഉൾപ്പെട്ടതായി സൂചന ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണം ശക്തമാക്കി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. ആദിവാസികളെ ഉപയോഗിച്ചുകൊണ്ട് നഗറിന് പുറത്തുള്ളവരാണ് വാറ്റുകേന്ദ്രം നിയന്ത്രിക്കുന്നത് എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ അബ്കാരി നിയമത്തിനു പുറമെ പട്ടികജാതി പട്ടികവർഗ ചൂഷണത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ.ടി. സജിമോൻ അറിയിച്ചു. കേസിൽ പ്രതിയായിട്ടുള്ള പ്രതി കുട്ടൻ ഓടി രക്ഷപ്പെട്ടതിനാൽ തത്സമയം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണ ചുമതലയുള്ള നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി.എച്ച്. റഫീഖ് പറഞ്ഞു. കേസിൽ കണ്ടെടുത്ത കുറ്റമുതലുകൾ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ.പി. സുരേഷ് ബാബു, റജി തോമസ്, പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് ദാസ്, സുഭാഷ് വി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാകേഷ് ചന്ദ്രൻ, സി.ടി. ഷംനാസ്, യു പ്രവീൺ, എം ജംഷീദ്, എബിൻ സണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൻ.കെ. സനീറ, കെ. സജിനി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർമാരായ പി. രാജീവ്, പി. പ്രദീപ് കുമാർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.